ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എവർഗ്രീൻ സ്വാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അപർണ വിവേക്കുമാർ. നമ്മൾ ദീപാവലി സ്പെഷ്യൽ 2 സ്വീറ്റ് റെസിപ്പീസ് അല്ലേ കണ്ടത്. ഇനി ഒരു നല്ല എരിവുള്ള സ്നാക്ക് ഐറ്റം കണ്ടാലോ. റിബൺ പക്കവട എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി പക്കവട എങ്ങനെയാന്ന് നോക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ കാണാം. കടലമാവും അരിപ്പൊടിയും രണ്ടും ഒരേ അനുപാതത്തിലാണ് എടുക്കേണ്ടത്. പക്കവടയ്ക്കായിട്ട് രണ്ടും ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി, അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറ് കിട്ടാനായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ചേർക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസും ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ മാവ് നമുക്ക് കുഴച്ച് റെഡിയാക്കി വെക്കാം. മാവ് പിഴിഞ്ഞെടുക്കാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി ഉണ്ടല്ലോ, അതിന്റെ 3 ഓട്ടയുള്ള ചില്ലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 2 ഓട്ടയുള്ള ചില്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. മാവ് പിഴിയാനുള്ള എളുപ്പത്തിനായിട്ട് സേവനാഴിയുടെ സൈഡില് അല്പം ഓയിൽ തടവി കൊടുത്തിട്ട് ആവശ്യത്തിന് മാവ് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തെടുക്കാനുള്ള പാത്രത്തില് വറുക്കാനുള്ള അത്ര എണ്ണ ഒഴിച്ചു വെച്ച് അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ മാത്രം മാവ് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെ പിഴിഞ്ഞോണ്ട് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. വളരെ പെട്ടെന്ന് തന്നെ അത് ഓരോ സൈഡും നല്ലോണം മുരിഞ്ഞു കിട്ടും. അപ്പൊ അതനുസരിച്ച് പയ്യെ മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പൊ 2 സൈഡും നല്ലോണം മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവടയായി. പിന്നെ നമുക്കത് ഓയിലിൽ നിന്ന് വാങ്ങി വെക്കാം. അധികമുള്ള എണ്ണ വാർന്നു പോകാനായിട്ട് ഞാനിങ്ങനെ കുഴിയുള്ളൊരു പാത്രത്തിലേക്കാണ് അത് ഇട്ട് വെച്ചേക്കുന്നത്. സെയിം പ്രൊസീജിയറിൽ തന്നെ ബാക്കി ഇരിക്കുന്ന മാവും കൂടി പിഴിഞ്ഞ് വറുത്തെടുക്കാം നമുക്ക്. നീളത്തിൽ വറുത്ത് വെച്ചേക്കണ പക്കവട കൈകൊണ്ട് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് ഇടാം. മുഴുവൻ മാവും വറുത്ത് പക്കവട റെഡി ആയി കഴിയുമ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചധികം കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പക്കവടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടകളിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള പക്കവട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനി മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.